നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 7 വിവിധ കമ്പനികളിലെ തൊഴിൽ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. പല പ്രമുഖ കമ്പനികളിലെയും, ഉദാഹരണത്തിന് മാതൃഭൂമി, ഭീമ, ഈസാഫ് ബാങ്ക്, അലയൻസ് പോലെയുള്ള കമ്പനികളിലെ അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെയും ഇൻഫോ പാർക്കിലെയും ഒക്കെയുള്ള അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. 2024 പാസ് ഔട്ട് ആകാൻ പോകുന്ന ഇപ്പോഴത്തെ ഫൈനൽ ഇയറുകാർക്ക് വരെയുള്ള അവസരങ്ങൾ. അപ്പോൾ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കുമുള്ള അവസരങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ദാ ഇവിടെ കാണുന്ന പോലെ നമ്മളുടെ ജോബ് സൈറ്റ് ഉണ്ട്, jobsbridge.com. ഈ സൈറ്റ് സന്ദർശിക്കാം. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി തിരഞ്ഞെടുത്ത് അവസരങ്ങൾ കണ്ടെത്താം. ഉദാഹരണത്തിന് വോക്ക് ഇൻ ഇന്റർവ്യൂ അവസരങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുത്ത് സബ്മിറ്റ് ചെയ്താൽ അങ്ങനെയുള്ള അവസരങ്ങൾ കണ്ടെത്തുവാനായിട്ട് കഴിയും. അപ്പൊ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ തൊഴിലവസരം മാതൃഭൂമിയിലാണ്. മാതൃഭൂമിയിലെ MBA-കാർക്ക്, MBA ഫ്രഷേഴ്സിന് ചില അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കേരളത്തിലുടനീളം മാതൃഭൂമി MBA-കാരെ ഹയർ ചെയ്യുന്നുണ്ട്. ഹൈലി മോട്ടിവേറ്റഡ് റിസൾട്ട് ഡ്രിവൺ MBA ഗ്രാജുവേറ്റ്സ് എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് MBA സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ സ്പെഷ്യലൈസ് ചെയ്തവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് 31 മെയ്ക്കകം അപേക്ഷിക്കാം. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് jobsbridge.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. അവിടെ പോയിട്ട് മാതൃഭൂമി എന്ന് സെർച്ച് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അത് അവിടെ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത അവസരം ഭീമ ജുവലേഴ്സിലാണ്. ഭീമയിലേക്ക് ഏതാണ്ട് 6ഓളം വിവിധ തസ്തികയിലേക്ക് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. എനിക്കിവിടെ കാണാൻ സാധിക്കും മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസേഴ്സ്, ഫ്ലോർ കോർഡിനേറ്റേഴ്സ്, കസ്റ്റമർ റിലേഷൻസ് എക്സിക്യൂട്ടീവ്, ബില്ലിംഗ് എക്സിക്യൂട്ടീവ്, സെയിൽസ് അസിസ്റ്റന്റ് തസ്തികകളിലൊക്കെ ആയിരിക്കും അവസരങ്ങളുള്ളത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അവസരങ്ങളുണ്ട്. തിരുവനന്തപുരം, പോത്തൻകോട്, ആറ്റിങ്കൽ ഷോറൂമുകളിലാണ് ഒഴിവുകളുള്ളത്. മിനിമം ഒരു +2 മുതൽ ഡിഗ്രിക്കാർക്കുമൊക്കെ അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളിലേക്ക് എത്തുവാനുള്ള ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ ഈ വരുന്ന ഞായറാഴ്ച, അതായത് മെയ് 26-ാം തീയതി 10 മണിക്കും 3 മണിക്കും ഇടയ്ക്കായിട്ട് ഈ ഭീമയുടെ കോർപ്പറേറ്റ് ഓഫീസ് അത് തിരുവനന്തപുരത്ത് കവടിയാറിലുണ്ട്. അങ്ങോട്ടേക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഓർക്കുക, അട്രാക്റ്റീവ് സാലറി പാക്കേജ് ആൻഡ് അതർ കമ്പനി ബെനിഫിറ്റ്സ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വോക്ക് ഇൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV, അതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും, അതായത് നിങ്ങളുടെ ബയോഡേറ്റയും ഫോട്ടോയും കൂടെ കയ്യിൽ കരുതണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അവിടെ പോയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്ത് ഇത് ഉറപ്പാക്കിയതിനു ശേഷം വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. അടുത്ത അവസരം എമർജിയോ ഗെയിംസ് എന്ന കമ്പനിയിലാണ്. ഇവര് ഏതാണ്ട് 5 തസ്തികകളിൽ ഫ്രഷേഴ്സിനെയും 2 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒക്കെ ഹയർ ചെയ്യുന്നുണ്ട്. ഗ്രാഫിക് ഡിസൈനർ, അതേപോലെ UI/UX ഡെവലപ്പർ, UI/UX ഡിസൈനർ, ടെലികോളിംഗ്, ഫ്ലട്ടർ ഡെവലപ്പർ, ഈ തസ്തികകളിലാണ് അവസരങ്ങളുള്ളത്. അപ്പം എല്ലാത്തിലും ഫ്രഷേഴ്സിനും 2 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. നിങ്ങൾക്ക് കാണേണ്ട സ്കില്ലുകൾ ഇവരെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അവസരത്തിലേക്ക് എത്തുവാനുള്ള ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ 25, 26, അതായത് മെയ് 25, 26 ശനി ഞായർ ദിവസങ്ങളിൽ കൊച്ചിയിലെ ചിറ്റേറ്റുകരയിലുള്ള സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ട്, SCSEZ, കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ. അവിടെയുള്ള നോയൽ ഫോക്കസിന്റെ 9th ഫ്ലോറിലേക്ക് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം. 10 മണിക്കും 4:30ക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്യണം. ഇതിന്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. അടുത്ത അവസരം എക്സാകോർ എന്നുള്ള കമ്പനിയിലാണ്. ഇത് നമ്മുടെ ഇൻഫോ പാർക്ക് കൊച്ചിയിൽ മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിയിലുമുണ്ട്. ഇൻഫോ പാർക്കിലെ സ്മാർട്ട് സ്പേസിൽ പ്രവർത്തിക്കുന്ന എക്സാകോറിലേക്ക് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 25-ാം തീയതി മെയിലാണ് അവ വോക്ക് ഇൻ ചെയ്യാവുന്നത്. ഒറാക്കിൾ ഫങ്ഷണൽ കൺസൾട്ടന്റ് ട്രെയിനി എന്ന തസ്തികയിലാണ് അവസരങ്ങളുള്ളത്. ആർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക? MCOM അല്ലെങ്കിൽ MBA ഫിനാൻസോ MBA ഓപ്പറേഷൻസോ ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും പ്രിഫർ ചെയ്യുക. ഫ്രഷേഴ്സും ഒരു 2.5 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ അവസരങ്ങളിലേക്ക് എത്താം. അപ്പോൾ വോക്ക് ഇൻ ഇന്റർവ്യൂ 25-ാം തീയതി മെയ് 9 മണിക്കും 2 മണിക്കും ഇടയ്ക്കായിട്ട്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത്, ഈ വോക്ക് ഇൻ ഇന്റർവ്യൂ ഒക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ഉറപ്പാക്കിയതിന് ശേഷം വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്.
അടുത്ത അവസരം ഈസ് ഓഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിലാണ്. നാം അറിയുന്നത് പോലെ നമ്മുടെ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ഈസാഫ് എന്നുള്ളത്. അപ്പോൾ അവര് ഒരു നാഷണൽ ടാലന്റ് ഫണ്ട് ഹയർ ചെയ്തിട്ടുണ്ട്. മേ ബി ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ ലാസ്റ്റ് ഓപ്ഷൻ ആണ് എന്നാണ് അവരുടെ HR ടീം സൂചിപ്പിക്കുന്നത്. അപ്പം ആർക്കായിരിക്കും ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയുക? നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും 2024 പാസ് ഔട്ട് ആകാൻ പോകുന്ന, അതായത് ഇപ്പോഴത്തെ ഫൈനൽ ഇയറുകാർ, അത് PG കാർക്കും BTech-കാർക്കും BSc അഗ്രികൾച്ചർ റെഗുലർ സ്ട്രീമിൽ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. ഓർക്കുക, നിങ്ങൾ ഓൾ ഇന്ത്യ ബേസിൽ അവസരങ്ങളുണ്ട്. ഏതാണ്ട് 4.5 ലക്ഷം രൂപ വരെ 4.25 ലക്ഷം രൂപ വരെ പ്രതിവർഷ ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പം ഇത് സെയിൽസ് റോളുകൾ താല്പര്യമുള്ളവരെ, സെയിൽസിലേക്കൊക്കെ താല്പര്യമുള്ളവർ അപേക്ഷിച്ചാൽ മതിയാകും. താല്പര്യമുള്ളവർക്ക് ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ വരുന്ന 30-ാം തീയതി എറണാകുളത്ത് ആൽബർട്ടിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വെച്ച്, കച്ചേരിപ്പടിയിൽ ഉള്ള ആൽബർട്ടിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്താൽ, കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം ഈ വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. അടുത്ത അവസരം അലയൻസിലാണ്. അലയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രമുഖമായിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനിയാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലൊക്കെ ഒട്ടനവധി ആളുകൾ ജോലി ചെയ്യുന്നുള്ള ഒരു കമ്പനിയാണ് അലയൻസ് എന്നുള്ളത്. അപ്പോൾ അലയൻസിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് 26-ാം തീയതി മെയ്, അതായത് ഞായറാഴ്ച നടക്കുന്നുണ്ട്. അസോസിയേറ്റ് കസ്റ്റമർ സർവീസ് എന്നുള്ള തസ്തികയിലായിരിക്കും. ഇതൊരു ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് ആയതുകൊണ്ട്, അതായത് ഇവരുടെ ഇന്റർനാഷണൽ ക്ലയൻസിന് വോയിസിലൂടെ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല ലാംഗ്വേജ് സ്കിൽസ് ഒക്കെ ഉള്ളവരെ അപേക്ഷിച്ചാൽ മതിയാകും. ഫ്രഷേഴ്സിനും 5 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അവസരങ്ങളുണ്ട്. അപ്പോൾ അലയൻസിന്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസിലായിരിക്കും വർക്ക് ലൊക്കേഷൻ. ഓർക്കുക, ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ സ്ലോട്ട് ഒന്ന് ഉറപ്പാക്കണം. എന്നിട്ട് വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടും ഒക്കെ വേണം പോകാം, കാരണം ഓൺലൈൻ അസസ്മെന്റുകളൊക്കെ എഴുതേണ്ടതായിട്ട് വരും. ലാസ്റ്റ് 3 മന്ത്സിനുള്ളിൽ ഇവരുടെ റിക്രൂട്ട്മെന്റ് അറ്റൻഡ് ചെയ്തവരെ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന് ക്വാളിഫിക്കേഷൻ ഒന്നും സൂചിപ്പിക്കുന്നില്ല. +2 കഴിഞ്ഞവരോ പ്രിഫറബിളി ഒരു ഡിഗ്രി കഴിഞ്ഞവർക്കോ, അത് ഏത് സ്ട്രീമിൽ നിന്നുള്ളവർക്കും ഇതിൽ പങ്കെടുക്കാം. അത്യാവശ്യം നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് കാണണം എന്ന് മാത്രം. അപ്പോൾ അലയൻസിൽ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അലയൻസിലെ ജോലികളിലേക്ക് എത്തുവാനുള്ള ഒരു അവസരമാണ് ഞാൻ സൂചിപ്പിച്ചത്. നമുക്ക് അടുത്ത അവസരം കോട്ടയത്തുള്ള പ്രമുഖ ഹോസ്പിറ്റലായ കാരിത്താസിലാണ്. കാരിത്താസിൽ ഏതാണ്ട് 4 തസ്തികകളിൽ അവസരങ്ങളുണ്ട്. ഇവിടെ കാണാനായിട്ട് സാധിക്കും അസോസിയേറ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് തസ്തികയിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയോ PGയോ കഴിഞ്ഞവരെ അപേക്ഷിക്കാം. ഇലക്ട്രീഷ്യനായിട്ട് ITI ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അനസ്തേഷ്യ ടെക്നീഷ്യനായിട്ട് BSc അല്ലെ ഡിപ്ലോമ ഇൻ അനസ്തേഷ്യ ടെക്നോളജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. HVAC ടെക്നീഷ്യനായിട്ട് ITI, അത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഓർക്കും എല്ലാ തസ്തികയിലും 1 ഇയർ എങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഇവരെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം മെയ് 25-ാം തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷിക്കണം. ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ കാണുന്ന പോലെ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് കാരിത്താസ് എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരത്തിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇവരുടെയൊക്കെ ജോബ് നോട്ടിഫിക്കേഷനിൽ പോയി കൃത്യമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിരുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.